ഞാൻ വിശദീകരിക്കല്ല, അതാണല്ലോ LGBTQIA+ ആക്ടിവിസത്തിലൊക്കെ നടക്കുന്നത്. മനുഷ്യനെ പല വിധത്തിലുള്ള സർജറികൾക്ക് വിധേയരാക്കി നിത്യരോഗികളാക്കി മാറ്റുന്നു. ജീവിതകാലം മുഴുവൻ പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റും അനുബന്ധ ചികിത്സകളും നടത്തേണ്ടി വരുന്നു. ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. 5-6 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ചികിത്സകൾക്കൊടുവിൽ ഏകദേശം ഒരു സ്ത്രീയുടെ കോലത്തിലേക്ക് അവർ മാറുന്നു, അല്ലെങ്കിൽ എതിർ ജെൻഡറിൻ്റെ കോലത്തിലേക്ക് അവർ മാറുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങൾ ചെലവ് വരുന്നുണ്ട്, കഠിനമായ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട്, ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. നീതിയുടെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം ജാതി തോന്നിയാസങ്ങളെ സപ്പോർട്ട് ചെയ്യൂല. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു. ആണുങ്ങളായും പെണ്ണുങ്ങളായുമാണ് മനുഷ്യരെ പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേഷത്തിൽ പോലും ഒരു ചേഞ്ച് വരുത്താൻ പാടില്ലെന്ന് ആൺ പെണ്ണിൻ്റെ വേഷമോ പെണ്ണ് ആണിൻ്റെ വേഷമോ സംസ്കാരങ്ങളോ പിന്തുടരാൻ പാടില്ലെന്ന് മതം നിഷ്കർഷിക്കുന്നു. ഇവിടെ ക്യാപിറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാധ്യതയാണ് ഇല്ലാതെയാകുന്നത്. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു വരികയും ഈ ഒരു നീതിയുടെ നിയമം നടപ്പിലാവുകയും ആണുങ്ങളൊക്കെ ആണുങ്ങളായും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-5 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ സർജറികളുടെ പരമ്പര, മേജർ സർജറികളിൽ തന്നെ 12 എണ്ണം വേണ്ടി വരുമെന്നാണ് പറയുന്നത്.